2022-23 ഈ പീരീഡിൽ വന്നിട്ടുള്ള 5 ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകളും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ എനിക്ക് പലപ്പോഴും യൂസ്ഫുൾ ആയത് ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള LSGS ബാച്ച്, മെയിൻസ് ബാച്ച്, ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ സ്റ്റഡീസിനെ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ഇന്ന് ആ ഒരു 3 സ്റ്റെപ്പ് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതല്ല മറ്റേതെങ്കിലും അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തിയാണെങ്കിലും ഇനി പഠിച്ച് തുടങ്ങുന്ന വ്യക്തിയാണെങ്കിലും ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ മെയിൻസ് പരീക്ഷയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് നേടുക, അതായിരിക്കണം ഇനിയുള്ള സ്ട്രാറ്റജി. നവംബറിലാണ് പരീക്ഷ, നമുക്ക് അധികം സമയമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു, മാക്സിമം മാർക്ക് അടിച്ചെടുക്കുന്നു. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങളുടെ സ്റ്റഡീസിൽ ഇതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ഫീസിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസിലേക്ക് വരാം. വെറും 2500 രൂപ മാത്രമാണ് LSGS മെയിൻസ് ബാച്ചിന്റെ ഫീസ്. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഡെമോ ക്ലാസ്സുകൾ എത്ര വേണമെങ്കിലും കണ്ടു നോക്കാം. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുത്താൽ മതി. കാര്യം ഞങ്ങൾ അത്ര കോൺഫിഡന്റ് ആണ് ഞങ്ങളുടെ ക്ലാസിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ. ബിക്കോസ് നിങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങൾക്ക് വലിയ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് ഞങ്ങൾ സ്റ്റുഡൻസിനിടയിൽ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായി ഡെമോ ബാച്ചസ് ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. ചാനലിന്റെ ലിങ്കും ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ ചാനലിലേക്ക് വരിക. ഈ ക്ലാസ് നോട്ട്സ് ഞാൻ ഇന്ന് തരുന്ന 3 സ്റ്റെപ്പ് പ്രോസസ്സിന്റെ ക്ലാസ് നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പം സ്റ്റെപ്പ് നമ്പർ 1, LSG സെക്രട്ടറിയുടെ പരീക്ഷ കേരള PSC 10 കൊല്ലത്തിന് ശേഷമാണ് വിളിക്കുന്നത്. പക്ഷെ ഇത് ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ പഞ്ചാബ് അടക്കമുള്ള പല PSC പരീക്ഷകളിലും ഇത് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് നിങ്ങൾ അന്യ സംസ്ഥാനത്തെ PSC ചോദ്യപേപ്പർ ആന്ധ്രാപ്രദേശിൽ നിന്ന് തുടങ്ങാം, തെലുങ്കാന ഉപയോഗിക്കാം, ഉത്തർപ്രദേശ് ഉപയോഗിക്കാം, ഹരിയാനയുടെ ഉപയോഗിക്കാം. ഇതൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയാണ് പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് അവിടെ നിന്നും ചോദ്യങ്ങൾ വരുന്നതെന്ന് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇതൊരു 1-2 മണിക്കൂർ എടുത്ത് ചെയ്യാവുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ്. ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നമ്മുടെ സിലബസ് പഠിക്കുക. സോ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത് ആന്ധ്രാപ്രദേശ് PSCയുടെ ഒരു ചോദ്യമാണ്. നമുക്ക് ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടിട്ട് സ്റ്റെപ്പ് നമ്പർ 2 നിങ്ങളൊന്ന് കേട്ട് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1 ഇത് തന്നെയാണ്. അപ്പൊ ചോദിച്ച ചോദ്യം ഇതാണ്, നമ്മുടെ സിലബസിനകത്തുള്ളതാണ്. എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി, അതേ സിലബസിൽ നിന്നുള്ള ചോദ്യമാണ് ഇതല്ലേ. ഏത് ആക്ട് ആണ് കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും വെവ്വേറെ നിയമനിർമ്മാണ അധികാരം കൊടുത്തതെന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2012 സിവിൽ സർവീസസ് പ്രിലിംസ് പരീക്ഷയിലും ഇതേ ചോദ്യം വന്നതാണ്. അപ്പൊ കേരള PSC മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ PSCകളും ഈ രീതിയിൽ UPSC നിലവാരത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോ മറ്റ് സംസ്ഥാനങ്ങളിലെ PSCs LSGയുടെ നമ്മുടെ സിലബസിനകത്ത് നിന്ന് UPSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒരു 6-7 മാസം മുമ്പിലുണ്ടെങ്കിൽ സിലബസ് തുടക്കം മുതൽ അവസാനം വരെ പഠിക്കാൻ പറ്റും. പക്ഷെ ഇനി അതിനുള്ള സമയമില്ല. ഇത് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് അടിച്ചെടുക്കാനാണ് നോക്കേണ്ടത്. അതിന് വേണ്ടുന്ന സ്റ്റെപ്പ് നമ്പർ 1 ഇത് തന്നെയാണ്. UPSCയുടെ ചോദ്യപേപ്പറുകൾ നോക്കുക, മറ്റ് സംസ്ഥാനത്തെ PSCകളുടെ ചോദ്യപേപ്പർ നോക്കുക. എനിക്കറിയാം സിലബസ് ഒക്കെ എന്ന് പഠിച്ച് തീർക്കാനോ എന്നായിരിക്കും നിങ്ങളുടെ കൺഫ്യൂഷൻ. സിലബസ് എങ്ങനെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വരുതിക്ക് നിർത്തേണ്ടത് എന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് നമ്പർ 2 പറഞ്ഞുതരാം. അതുപോലെ അങ്ങ് പഠിച്ചാൽ മതി ഇരുള്ള ദിവസങ്ങളിൽ. ഉദാഹരണത്തിന് ഇത് ആന്ധ്രാപ്രദേശിലെ പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. നമ്മുടെ സിലബസ് എന്നുള്ള ചോദ്യമാണ്. ഇനി ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ സിലബസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മുടെ LSTD സിലബസ്. ചോദ്യം എന്താണ്? ആന്ധ്രാപ്രദേശിന്റെ എക്കണോമി അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥ ബേസിക്കലി ഏത് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അവിടെ അഗ്രികൾച്ചർ ആണ്, കൃഷി അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. ഈ ചോദ്യം കേരളത്തെ സംബന്ധിച്ച് ചോദിച്ചാൽ എന്തായിരിക്കും ഒരു ഉത്തരം? കൃഷിയാണോ, സർവീസ് സെക്ടർ ആണോ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആണോ, അതോ വ്യവസായം അല്ലെങ്കിൽ കയറ്റുമതി അധിഷ്ഠിത വ്യവസായമാണോ? കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ തൃതീയ മേഖലയിൽ അടിസ്ഥാനപ്പെടുത്തിയ സമ്പദ് വ്യവസ്ഥയാണ് കേരളത്തിനുള്ളത്. നമ്മുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ അവിടെ നിന്നാണ്. ഈ രീതിയിൽ നമുക്ക് വരാവുന്ന ചോദ്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ക്ലാസ്സസിലും ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിലും എല്ലാം ഈ രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടാണ് പരീക്ഷ ഇട്ടിട്ടുള്ളത്. കാര്യം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ നമ്മൾ കണ്ടതാണ്. UPSC-യിൽ നിന്നും
രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെയുള്ള പരീക്ഷകളിൽ നിന്നും അവിടെ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ PSC പരീക്ഷയിൽ ഒഡീഷ PSC നിന്നുള്ള ചോദ്യങ്ങളും കാണുന്നുണ്ട്. നിങ്ങൾ എല്ലാ PSC പരീക്ഷയിലും പുറകെ ഓടേണ്ട കാര്യമില്ല. UPSC പുസ്തകങ്ങൾ UPSC ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്താൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി നമുക്ക് കിട്ടും. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ. നമ്മുടെ സിലബസ് എന്നുള്ള ചോദ്യം റൂറൽ ഡെവലപ്മെന്റ് നമ്മുടെ സിലബസിനകത്തുള്ളതാണ്. അവർക്ക് ഈ സിലബസ് ഉണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള ചോദ്യമാണത്. ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാൻസ്, ഗ്രാമപഞ്ചായത്തുകളുടെ ഡെവലപ്മെന്റ് പ്ലാൻ, ഇതിന്റെ തയ്യാറെടുപ്പിലെ അല്ലെങ്കിൽ ഇത് തയ്യാറാക്കുമല്ലോ നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാൻസ് തയ്യാറാക്കുന്ന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സി അതിന്റെ ഉത്തരം ഇതാണ്: കളക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് സിറ്റുവേഷൻ അനാലിസിസ്. പിന്നെ ഗ്രാമസഭ, പ്ലാനിങ് ത്രൂ ഗ്രാമസഭ, ഇതൊക്കെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള റൂറൽ ഡെവലപ്മെന്റ്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻസിനകത്തൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. എനിക്കറിയാം ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ളത് ഈ സിലബസ് ഇനി എപ്പോഴാണ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് നമ്പർ 2 ഞാൻ പറയാൻ വരുന്നത് അതാണ്. ഞാൻ ഈ പറയുന്ന രീതിയിൽ, ഞാൻ പറയുന്ന മൈൻഡ് സെറ്റിൽ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ടെൻഷൻ അങ്ങ് മാറി കിട്ടും. ബിക്കോസ് ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് സിലബസ് കേരള PSCയുടെ എന്റെ കരിയർ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് പോലെ വന്നിട്ടില്ല. ബിക്കോസ് ഈ സിലബസ് ഭയങ്കര ഇൻഫ്ലേറ്റഡ് ആണ്, ഊതിപ്പെരിപ്പിച്ച സിലബസ് ആണ്. കാര്യം ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് മൊത്തം ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇതൊക്കെ നമ്മൾ പ്രിലിംസിൽ കവർ ചെയ്യുന്ന പോർഷൻസ്. അതിന്റെ 99% നിങ്ങൾ പ്രിലിംസിൽ പഠിച്ചിട്ടുള്ള ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള പോർഷൻസും എക്കണോമിക്സും ഹിസ്റ്ററിയാണ്. എക്കണോമിയും എക്കണോമിക്സും ഡിഫറെന്റ് ആണ്. അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. പിന്നെ 5 year പ്ലാൻസും പ്ലാനിങ് കമ്മീഷനും ഒക്കെ പറ്റി നമ്മളവിടെ പഠിക്കുന്നതാണ്. ഇതിന്റെ 99% നിങ്ങൾ പ്രിലിംസിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എക്സ്ട്രാ വരുന്ന ചില പോർഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. പക്ഷേ അതിന്റെ മാജിക് നിങ്ങൾ അറിയണം. ഉദാഹരണത്തിന് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന പോർഷൻസിനകത്ത് ഞാൻ ഈ വട്ടമിട്ട് വെച്ചിരിക്കുന്ന പോർഷൻസ് ഉണ്ടോ, ഏകദേശം 50% വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പല സ്ഥലത്തും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഉദാഹരണത്തിന് മേജർ ഇത് കണ്ടോ, ഈ വട്ടമിട്ട് വെച്ചിരിക്കുന്നു. ഇതും ഒരൊറ്റ കാര്യം പറയുന്നത്, അതായത് സിലബസിനകത്ത് ഓവർലാപ്പിംഗ് പീരിയഡ് ഈ വട്ടമിട്ട് വെച്ചിരിക്കുന്നത് ലോക്കൽ സെൽഫ് ഗവർണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് തന്നെയാണ്. ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രം എക്സ്ട്രാ പഠിക്കുള്ളൂ. ഇത് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പൊ അർബൻ ഗവർണൻസ്, ഇപ്പൊ നിങ്ങൾ മര്യാദയ്ക്ക് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ പഠിക്കുവാണെങ്കിൽ അത് അർബൻ ഗവർണൻസിനകത്ത് വലിയൊരു പോർഷൻ ഫിനിഷ് ആയി പോകും. ഇന്ത്യൻ പൊളിറ്റിയിലെ വലിയൊരു പോർഷൻ ഫിനിഷ് ആയി പോകും. അപ്പം ഒരു പോർഷൻ തന്നെ, ഒരു സിലബസ് തന്നെ പല രീതിയിൽ ഈ സിലബസ് പലർന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓവർലാപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സിലബസിന്റെ സൈസ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. പല കാര്യങ്ങളും ഓവർലാപ്പിംഗ് ആണ്. മറ്റു ഉദാഹരണമാണ് ഇത് കണ്ടോ, വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസും മഹാത്മാഗാന്ധി റൂറൽ ഡെവലപ്മെന്റ് പ്ലാനും. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തുള്ള പോവർട്ടി എലിവേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, വെൽഫെയർ ആക്ടിവിറ്റീസ്, ജെറിയാട്രിക് കെയർ. സോഷ്യൽ സെക്ടർ സ്കീമുകൾ ഉണ്ടല്ലോ, അത് തന്നെയാണ് 2 പോർഷൻസിനും പ്രധാനമായിട്ട് വരുന്നത്. ഇതൊക്കെ നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ടും പഠിക്കുന്നതാണ്. അപ്പൊ സിലബസ് കണ്ട് ബേജാറാണ്. നിങ്ങൾ സിലബസ് മനസ്സിരുത്തി ഒന്ന് വായിക്കുക. ഈ സിലബസിനകത്തുള്ള കാര്യങ്ങൾ ഏത് പുസ്തകങ്ങൾ, ഇഗ്നോന്റെ മെറ്റീരിയൽസ് ഉണ്ട്, പല മെറ്റീരിയൽസ് ഉണ്ട്. ഏതൊക്കെ പുസ്തകങ്ങൾ എങ്ങനെ എവിടെ നിന്ന് എത്തരത്തിൽ പഠിക്കണമെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. LSGSന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പ്ലേസ് ചെയ്യാം. ആ പ്ലേലിസ്റ്റിനകത്തുള്ള വീഡിയോസ് മാത്രം കണ്ടാൽ മതി എങ്ങനെ നമുക്ക് സെൽഫ് ആയിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയോളജി നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ചെറിയൊരു പുഷും കൂടെ വേണമെന്ന് തോന്നുമെങ്കിൽ മാത്രം നമ്മുടെ അഫോർഡബിൾ ബാച്ചസിനെ പറ്റി ആലോചിച്ചാൽ മതി. കാര്യം സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്ന വലിയൊരു ക്രൗഡ് പുറത്തുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ അർബൻ ഗവർണൻസ്, നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ മനസ്സിലാവും. സിലബസിന്റെ സൈസ് കണ്ട് പേടിക്കണ്ട. ഇപ്പൊ ഈ ഗവർണൻസ് ഇതൊക്കെ ഒരു 4 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന ഏരിയയാണ്. 8 മാർക്കിന്റെ ടോപ്പിക്സേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് അതൊക്കെ. സിലബസ് കണ്ട് ബേജാറാവണ്ട. സോ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ PSC പരീക്ഷകൾ UPSC ചോദ്യപേപ്പർ വിശകലനം ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 2 സിലബസ് ഡീകൺസ്ട്രക്ട് ചെയ്യുക. ഈ സിലബസ് ആണ് നിങ്ങൾ പേടിക്കേണ്ട. കൃത്യമായിട്ട് ഈ സിലബസ് ഡീകൺസ്ട്രക്ട് ചെയ്ത് നിങ്ങളുടേതായ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്ത് അത് പഠിക്കുക. കാര്യം ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ വരിക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് എലിമിനേഷൻ ടെക്നിക്സ്. ബിക്കോസ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞത് ഇന്റലക്ച്വൽ ആയിട്ട് കറക്കി കുത്താൻ പറ്റണം. നമ്മൾ എത്ര പഠിച്ചിട്ട് പോയില്ല, അറിയാത്ത ചോദ്യങ്ങൾ വരും. UPSCയിൽ അതാണ് കാണുന്നത്. അതേ പാറ്റേണിലാണ് കേരള PSC ഉള്ളത്. അപ്പം അറിയാത്തൊരു ചോദ്യം വന്നാലും കറക്കി കുത്താൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതിന്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് അത്തരത്തിലുള്ള ചോദ്യമാണ് അല്ലെ. ഡിഫൈൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ. നമ്മുടെ കുടുംബശ്രീ ഒക്കെ ഉണ്ടല്ലോ, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഓർഗനൈസേഷൻസ് ആണ്, സമൂഹത്തിന് നിലനിൽക്കുന്ന ഓർഗനൈസേഷൻസ്. അപ്പൊ അത് നമ്മുടെ സിലബസിനകത്ത് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു റൂറൽ ഡെവലപ്മെന്റ് അത് വരുന്നുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദ്യം. ഇത് ആന്ധ്രാപ്രദേശിന്റെ PSCയിലെ ചോദ്യമാണ്. ചോദ്യം എന്താണ്? കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് എന്താണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു സോഷ്യൽ സർവീസസ് കൊടുക്കുന്ന ഓർഗനൈസേഷൻ ആണ്. രണ്ടാമത്തെ പ്രസ്താവന ലോക്കൽ ടീംസ് ആണ്.
മൂന്നാമത്തെ പ്രസ്താവന കാശ് വാങ്ങിച്ച് സർവീസ് കൊടുക്കുന്ന അസോസിയേഷൻ ആണ്. നാലാമത്തെ പ്രസ്താവന ഇതൊന്നുമല്ല. കോമൺ സെൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലോക്കൽ ടീംസ്, ഇപ്പൊ ലോക്കൽ ക്രിക്കറ്റ് ടീമും കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്? ഒരിക്കലും അല്ല. അവര് പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണോ? അല്ല. അപ്പൊ നിനക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഉത്തരം എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അതുപോലെ ഈ ചോദ്യം നോക്കും, വലിയൊരു ചോദ്യം നമ്മുടെ സിലബസിലും ഉണ്ട്. ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന ടോപ്പിക് നമ്മുടെ സിലബസിലും ഉണ്ട്. അവിടെ നിന്ന് ആന്ധ്രാപ്രദേശിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. ഈ ചോദ്യം ഒന്ന് വായിച്ചിട്ട് ഇതിന്റെ ഉത്തരം എന്തൊരു നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം. അതിനോടൊപ്പം എനിക്ക് നിങ്ങളൊരു വാക്ക് തരണം, പഠിച്ച് തുടങ്ങുകയാണ്, പഠിക്കും എന്നൊരു വാക്ക് തരണം. ഓൾറെഡി നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ കാണാം. LSTS സ്ട്രോങ് ആയിട്ട് പഠിക്കുമെന്ന് നിങ്ങൾ കാണണം. കാര്യം നിങ്ങൾക്ക് വേണ്ടി തോമസ് ഐസക് സാറും ട്രിവാൻഡ്രം മുനിസിപ്പൽ കമ്മീഷണർ ജഹാംഗീർ സാറും ഒക്കെ നമ്മുടെ യൂട്യൂബിൽ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി എടുത്ത് തന്നിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ കാണുക. നമ്മുടെ LSTS പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. കാര്യം ഈ LSTS പരീക്ഷ ക്രാക്ക് ചെയ്യുന്നത് നിങ്ങളെ പോലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് തന്നെ ആയിരിക്കണം. അപ്പൊ അതിനുവേണ്ടി ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. പ്ലേലിസ്റ്റിനകത്ത് വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പം കമന്റ് സെക്ഷനിൽ ഇതിന്റെ ആൻസറും കമന്റ് ചെയ്യുക. അതിനോടൊപ്പം പഠിക്കും എന്നും അഫേം ചെയ്യുക. നമുക്ക് നവംബറിലെ പരീക്ഷ അടിപൊളിയായിട്ട് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ എല്ലാവർക്കും എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.